ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുഹമ്മദ് ഷമിയുമായി ബന്ധപ്പെട്ടതാണ്. ഷമിക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുകയാണ്. സയ്യിദ് മുസ്താഖ് അലി മത്സരത്തിനിടെയാണ് ഷമിക്ക് പരിക്കേറ്റത്. ഏകദിന വേൾഡ് കപ്പിന് ശേഷം ഒരു വർഷത്തെ ഇടവേളയെടുത്താണ് ഷമി ക്രിക്കറ്റ് ലോകത്തേക്ക് മടങ്ങിയെത്തിയത്. രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ടാണ് താരം തിരിച്ചു വന്നത്. എന്നാൽ ഇപ്പോൾ ഷമിക്ക് വീണ്ടും പരിക്കേറ്റിരിക്കുകയാണ്. കളിയിലെ അവസാന ഓവറിൽ പന്ത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് താരത്തിന് പരിക്കേറ്റത്. BCCIയുടെ മെഡിക്കൽ സംഘം താരത്തെ പരിശോധിച്ചു. ഗുരുതരമായ പരിക്ക് ഷമിക്കില്ലെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഷമിക്ക് നീണ്ട റെസ്റ്റ് ആവശ്യമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. താരത്തിന് ഇനിയും ഒരുപാട് മാച്ചുകൾ നഷ്ടപ്പെടും. ഇപ്പോൾ അടുത്തൊന്നും ഇന്ത്യൻ ടീമിലേക്ക് ഇനി ഷമിക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല. ഇപ്പോഴേ ഏജ് കൂടിയ ഷമി ഇനി ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെട്ടേക്കാം. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന് ഇപ്പോൾ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. സഞ്ജു T20യിൽ ഓപ്പണറായിട്ട് അധിക നാളായിട്ടില്ല. സഞ്ജു അവിടെ കഴിവ് തെളിയിച്ചു. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് സ്ഥാനം സഞ്ജുവിൽ നിന്ന് തട്ടിയെടുക്കാനാണ് ഋഷഭ് പന്തിന്റെ പദ്ധതി. അടുത്ത IPLൽ ഡൽഹിക്ക് വേണ്ടി ഋഷഭ് പന്ത് ഓപ്പണറാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഋഷഭ് പന്ത് ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം T20യിൽ നിന്ന് തട്ടിയെടുക്കണം. അതിനുവേണ്ടി പന്ത് പല കളികളും ഇപ്പോൾ കളിക്കുന്നുണ്ട്. പന്ത് മാത്രമല്ല ഇഷാൻ കിഷനും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ജു ഇതുപോലെ കത്തിക്കയറുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല. സഞ്ജുവിന്റെ ഫോമിൽ അവർക്ക് അസൂയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഋഷഭ് പന്ത് IPLൽ ഓപ്പണിംഗ് കളിക്കണമെന്ന് ആവശ്യപ്പെടില്ല. T20യിലെ ഓപ്പണിംഗ് സ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. സഞ്ജുവിനെ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കാരണം BCCIക്ക് സഞ്ജുവിനെ താല്പര്യമില്ല. കോച്ച് ഗംഭീർ മാത്രമാണ് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പണിംഗിൽ ഇറങ്ങി ഋഷഭ് പന്ത് IPLൽ ഫോമായാൽ പിന്നീട് അങ്ങോട്ട് BCCI പന്തിനെ T20 സ്ഥാനത്തിലെ ഓപ്പണറാക്കും. സഞ്ജുവിനെ ഇതുപോലത്തെ ഒരു പണി കിട്ടുമെന്ന് ആരും തന്നെ കരുതിയില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.